ഹലോ നമസ്കാരം. ഇന്ന് ആൾ മാറിയിട്ടാ. ഇന്നേ കുറച്ച് മധുരക്കിഴങ്ങ് കിട്ടി. അപ്പോൾ അതിൻ്റെ അടുത്ത് റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഇന്ന് ഞാനാട്ടാ. അപ്പോൾ മധുരക്കിഴങ്ങ് കിട്ടിയാൽ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വെച്ചിട്ടാണ്. ഞാൻ മധുരക്കിഴങ്ങ് കിട്ടിയാൽ ആദ്യം ഇങ്ങനെ തൊലിയൊക്കെ മൊത്തം അങ്ങോട്ട് കളയും. എന്നിട്ട് കഴുകിയിട്ട് നന്നായിട്ട് കഴുകും. പിന്നെ ആദ്യത്തെ പോലെ തൊലി ഉള്ളപ്പോൾ കഴുകണത്രയും ചളിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വേഗം ഇങ്ങോട്ട് കഴുകിയെടുക്കുക. വേഗം നല്ല വൃത്തിയായി കിട്ടും. എന്നിട്ട് കഴുകി കഴിഞ്ഞിട്ട് അത് നല്ല എടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഇത് പിന്നെ അധികം വേവില്ലാത്തതല്ലേ, നമ്മൾ പൂളക്കിഴങ്ങിൻ്റെ അത്രയൊന്നും വേവില്ലാത്ത സാധനമല്ലേ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കുക്കറിൽ വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതിന് വേവ് കുറവായ കാരണം കുക്കറിൽ വയ്ക്കൊന്നും വേണ്ട. അങ്ങനെ ചെറിയ പീസാക്കി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് നുറുക്കി കഴിയട്ടെ കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാൻ ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഓരോരുത്തരെയും പാകത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് കുറച്ച് വെള്ളം മതി, ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. കാരണം ഇത് അത്ര വേവില്ലാത്തതായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മതി. എന്നിട്ട് ആ വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കട്ടെ. നമുക്ക് ഗ്യാസിൽ വെച്ച് അടച്ച് വയ്ക്കുക. ഒന്നുകൊണ്ട് വേഗമായി കിട്ടിക്കോട്ടെ. ഞാൻ ഇതെടുത്തിട്ട് അടയ്ക്കട്ടെ. അടച്ച് വെച്ചിട്ട് അത് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് തൊലി കളയാണ്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ട് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചതക്കുകയാണെങ്കിൽ അതാ നല്ലത്. ഞാൻ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടാണ്. അപ്പോഴേക്കും ഇതപ്പോൾ നമ്മൾ ഇത് അടുപ്പത്ത് കിടന്ന് വേവുണ്ട്. ഇതാ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാനിത് മുറിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ എടുക്കട്ടെ. അത് വെന്തുണ്ട്. ഇതിൽ വെള്ളം കുറച്ച് ഒരിത്തിരി കൂടുതലാണ് ഞാൻ വെച്ചത് കേട്ടോ. ആ വെള്ളം നമുക്കൊന്ന് ഒഴിവാക്കി കളയണം. അത് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് ആ വെള്ളം ഒന്ന് ഒഴിവാക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ ഗ്യാസിൽ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിവാക്കിയിട്ട് വരുമ്പോഴേക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക വേണമെങ്കിൽ. ഇങ്ങനെ കുറച്ച് ചില കഷ്ണങ്ങളൊന്നും അങ്ങോട്ട് ഉടഞ്ഞ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്പൂൺ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കുകയാണ്. എന്നിട്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഞാൻ ഇടാറില്ല, ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ. ഞാൻ കടുക് ഇടാറില്ല. ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയുള്ളത് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഡ്രൈ ആവണമെന്നൊന്നുമില്ല. അങ്ങനെ ഏകദേശം ഒന്ന് ഇതായി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ എപ്പോഴും നമ്മളെ വറ്റൽമുളക് കഴുകി ഉണക്കിയിട്ട് ചെറുതായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരിത്തിരി മുളകും കൂടി അതിൽ ചേർത്തിട്ട് അതും ചേർത്തിട്ട് ഒന്ന് ആ പച്ചമണം വിടുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക. അത് ശരിക്കും അതിൻ്റെ ആ ഒരു നല്ല സ്മെല്ലും കൊണ്ട് വരാൻ തുടങ്ങിയാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ കിഴങ്ങുണ്ടല്ലോ അത് അതിലേക്ക് കൊട്ടി കൊടുക്കുക. ഇടട്ടെ കേട്ടോ. കറിവേപ്പില ഞാൻ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. വേഗം കറിവേപ്പില ഇട്ട് അതും കൂടി ഒന്ന് ശരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മളെ കിഴങ്ങ് ഇടുകയാണേ. കിഴങ്ങിട്ടിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത് നന്നായിട്ടൊന്നുകൊണ്ട് ഇളക്കിയെടുക്കുക. പിന്നെ കട്ടൻ ചായയുടെ കൂടെയാ നമുക്ക് എങ്ങനെ കഴിക്കേണ്ടത് വെച്ചാൽ അങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയി വീണ്ടും വരാം. ഓക്കെ, ബൈ.